ഹായ്. ഇന്ന് മഴയെ പ്രണയിക്കുന്ന സുന്ദരി എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന നിക്കോഡിയ ചെടിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇത് ഇസ്രയേലിൽ നിന്നുള്ള മനോഹരമായൊരു കാഴ്ചയാണ്. ഇത് റോഡ് സൈഡിൽ ബുഷിയായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തി പുഷ്പിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത്ര ഭംഗിയിൽ ബുഷിയായി പൂത്ത് നിൽക്കുന്ന ഒരു നിക്കോഡിയ ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വളരെ മനോഹരമായിട്ട്, ഇത് ഏറിയ തിരിച്ച് എന്ന് പറഞ്ഞാൽ പറ്റില്ല, അതുപോലെ റോഡ് ഇറമ്പുകളിൽ ഇങ്ങനെ ഈ ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മഴയെ പ്രണയിക്കുന്ന സുന്ദരി എന്നതിൽ നിന്നൊരു പ്രത്യേകതയാണ് ഞാനിതിൽ കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല വെയിലാണ്. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുപോലത്തെ തീ പോലെ നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഞാനിങ്ങനെ ഇന്നലെ ഉച്ചയായ സമയത്ത് പുറത്തേക്ക് പോയി, അതായത് ജൂൺ 25, 2024. അപ്പോൾ കണ്ട കാഴ്ചയാണ്, നമ്മുടെ നാട്ടിൽ മഴയത്ത് പൂക്കുന്നു, ഇത് ഇവിടുത്തെ നാട്ടിൽ ഈ ടൈമിൽ പൂക്കുന്നു. അതിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, അതെന്താണ് ഇങ്ങനെ പറയുന്നത് എന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഓസ്ട്രേലിയ ഭാഗത്തൊക്കെ വളരുന്ന ഒരു മരുഭൂമിയിലെ ഒരു സസ്യമാണ്, പുഷ്പിക്കുന്ന ഒരു സസ്യം എന്നാണ് ഇത് പ്രത്യേകം പറയുന്നത്. നിക്കോഡിയ എന്ന് പറയുന്നു, വേറെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ നിക്കോഡിയ എന്ന് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. ഇത്ര മനോഹരമായി പൂത്തു നിൽക്കുന്ന നിക്കോഡിയ ചെടി നല്ല വെയിലിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഇസ്രയേലിൽ നിന്ന് എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്ത് റോഡ് സൈഡിൽ ഞങ്ങളുടെ ടേണിൽ നിൽക്കുന്ന ഒരു നിക്കോഡിയ ചെടിയാണ്. അപ്പോൾ നിക്കോഡിയ മഴയത്തും വെയിലത്തും ഒരുപോലെ പൂവ് തരും. പിന്നെ രണ്ടാമത്തെ കാര്യം, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള നിക്കോഡിയ ചെടി എന്ന് പറയുന്നത് സിൽവർ കളറ് ലീഫാണ്. ഇത് ലീഫ് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ കളറ് സിൽവർ അല്ല, കളറ് ഗ്രീൻ കളറാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഗ്രീൻ കളറ് ഇലകളാണ്. ഇതാ നോക്കിക്കോളൂ, കണ്ടോ? അതിന് ചെറിയൊരു മങ്ങിയ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. കണ്ടല്ലോ, ഗ്രീൻ കളറാണ്. പൂക്കളും നിക്കോഡിയ തന്നെയാണല്ലോ. ഇത് വേറൊരു ചെടിയല്ല, ഇത് നിക്കോഡിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിലത്തും ഇവ പൂക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പൂവിടാൻ ഇവിടെ ഈ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഈ നിക്കോഡിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ ഈ റോഡ് സൈഡിലിരിക്കുന്ന ചെടികൾക്കൊന്നും നമ്മൾ ആരും വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. ഇത് ഈ ഭൂമിക്കടിയിൽ നിന്ന് തന്നെ ഉള്ള അന്തരീക്ഷത്തിൻ്റെ വെള്ളത്തിൽ അതിൻ്റെ നനവ് വലിച്ചെടുത്താണ് ഈ നിക്കോഡിയ ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. അതായത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ വണ്ടികളിലൊന്നും കൊണ്ടുവന്നിട്ട് വെള്ളമൊന്നും ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറില്ല. ഇവിടെ ട്രിപ്പ് സർവീസൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നോർമലി ഒരു റോഡ് സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു നിക്കോഡിയ, അത് ഈ ചൂടത്ത് ഇത്ര നന്നായിട്ട് പൂത്തു നിൽക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മുടെ ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് വലിയൊരു ഫാമുണ്ട്. അവിടുത്തെ ഒരാളിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഇത് നടേണ്ടത്, ഈ വെയിൽ സമയത്താണ് ഇതിലേറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത്. പിന്നെ ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം എന്നും അവർ പറഞ്ഞു. അത് ശരിയാണ്. ഇപ്പോൾ ഇത് ബുഷിയായിട്ട് നിൽക്കുന്നു. അകത്തോട്ട് മാറി ഒരു 3 മീറ്റർ ഹൈറ്റിൽ വെട്ടി ബുഷിയായിട്ട് ഒരു പ്ലാന്റും നിർത്തിയിട്ടുണ്ട്. ഇവിടെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളൊരു പോട്ടി മിശ്രിതം തയ്യാറാക്കുന്നു, കുറച്ച് ഗ്രാവൽ, ഗാർഡൻ സോയിൽ, പിന്നെ ഇവിടെ ഒരുപാട് ചാണകപ്പൊടി കിട്ടും ഇവിടെ ഫാമുകളുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ പോട്ടി മിശ്രിതത്തിലേക്ക് ഇതിൻ്റെ വിളഞ്ഞ കമ്പുകൾ കട്ട് ചെയ്ത് ഇറക്കി വയ്ക്കുന്നു. അത് എന്നിട്ട് തണൽ കൊടുത്തിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത്. പിന്നെ അത് ഇച്ചിരി ബുഷിയായിട്ട് വരുന്ന ഒരടി ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴാണ് ഇത് ഇവരെ പ്ലാന്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ചെറിയ ചെറിയ നനവുകൾ കൊടുത്തിട്ട് അത് വാടിപ്പോകാതെ അതിനെ നല്ല രീതിയിൽ തന്നെ അവർ സംരക്ഷിച്ചെടുക്കും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇത് മഴയത്ത് മാത്രമല്ല പൂക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ നല്ല ഇതാ കണ്ട റോഡാണത്. ആ മെയിൻ റോഡ് സൈഡുകളിൽ ഇങ്ങനെ ഈ ചെടികളിങ്ങനെ വെച്ച് നല്ല വെയിലത്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെയിലിലും മഴയിലും നമ്മുടെ നിക്കോഡിയ പൂക്കാറുണ്ട്. പക്ഷേ കുറേ കൂടെ എന്താ പറയുന്നത്, നല്ല വെയിലുള്ളിടത്താണ് ഇവിടെ
ഈ നിക്കോഡിയ ചെടി പൂക്കുന്നത്. കഴിഞ്ഞ മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ മഴ കഴിഞ്ഞു, തണുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥയിൽ ഈ നിക്കോഡിയ ഇങ്ങനെ പൂത്ത് മനോഹരമായി നിൽക്കുന്നു. ഈ കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ്, അതിൻ്റെ വ്യത്യാസവും ഇവിടെയും നമ്മുടെ നാട്ടിലുമുള്ള വ്യത്യാസം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ നാടായ ഇസ്രയേലിൽ ഉള്ള നിക്കോഡിയ ചെടിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇവിടുത്തെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണുവാൻ ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കാഴ്ചകളും നല്ല വിശേഷങ്ങളും ഇസ്രയേലിലെ സുന്ദരമായ കാഴ്ചകളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ ബൈ.